ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എച്ച് ഫോർ ഹെല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഫ്രിഡ്ജ് എടുക്കൽ വീഡിയോ ആണ്. അമ്മയ്ക്ക് ഫ്രിഡ്ജ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ തുടങ്ങിക്കോ. എനിവേ ഞാൻ പറഞ്ഞു തുടങ്ങാം. ഇതെല്ലാം മീൻ, ഇത് ചിക്കൻ, ഇത് ബീഫ്. മീനെല്ലാം എൻ്റെ ഭർത്താവ് എല്ലാം കഴുകി വൃത്തിയാക്കി തന്നുകൊണ്ട് എനിക്ക് എല്ലാ പണി എളുപ്പമായി. കാര്യം ഇവിടെ നമുക്ക് എപ്പോഴും കഴുകാനോ പറക്കാനോ ഇതിനൊന്നും നേരമില്ല. പോയി വാങ്ങിക്കാനോ. വാങ്ങിക്കുമ്പോൾ ഇതുകൂടെ ഒന്നിച്ച് വാങ്ങിക്കും. അന്ന് ഞങ്ങൾക്കൊരു വലിയ പണിയാണ്. അതെല്ലാം വൃത്തിയാക്കി എല്ലാം ഇങ്ങനെ നാക്കി കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇനി എളുപ്പമാണ്. കാര്യം വറക്കാനുള്ളത് നമുക്ക് രാവിലെ എടുത്ത് വെളിയിലോട്ടൊന്ന് വെച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേന് അത് വറക്കാൻ നല്ല ഡീഫ്രോസ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കാം. അപ്പോൾ എല്ലാം കാണിക്കട്ടെ ഞാൻ. ഇത് ഇത് ബോൺലെസ് ബീഫ് കറി വെക്കാനുള്ളത്. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ ബീഫിൻ്റെ ബീഫ് എടുത്ത് മാറ്റി വെച്ച ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ളത്. ഇത് ചിക്കൻ ഇത് രണ്ടും കറി വെക്കാനുള്ളത്. ഇതാണ് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ്. നമുക്ക് പാസ്തയ്ക്കകത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നല്ലത്. അതിന് വേണ്ടിയിട്ടുള്ള ബ്രസ്റ്റ് പീസാണ് അത്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ വറക്കാനുള്ളതെല്ലാം ഞാൻ അരച്ച് പുരട്ടി വെച്ചേക്കും. ഇതാണ് കുഞ്ഞയല കിട്ടി നല്ലത്, അതപ്പോൾ അരച്ച് പുരട്ടിയത്. ബ്ലേഡ് മീൻ കിട്ടി, അത് വറക്കാനുള്ളത്. പിന്നെ മത്തി കിട്ടി, നല്ല പൊടിമത്തി. ആ പൊടിമത്തി കിട്ടിയത്, അതെല്ലാം അരച്ച് പുരട്ടി വെച്ചത്. അടുത്തത് ഇത് ചൂര പിന്നെ കറുത്ത കഷ്ണമാണ് കിട്ടിയത്. ഇനി ഒത്തിരി നാളായി ചൂര വാങ്ങിച്ചിട്ട്. ഞാനങ്ങ് വാങ്ങിച്ചു, നോക്കട്ടെ എങ്ങനെയുണ്ട് കറി വെച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഇതാണ് നല്ല കക്ക കിട്ടി, അത് നല്ലതാണ്. നല്ല ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കണം, ഭയങ്കര ടേസ്റ്റിയാണ്. ഇച്ചിരി ബ്ലേഡ് മീൻ, 5 ബ്ലേഡ് മീനുണ്ട്. അപ്പം 3 ഞാൻ ഒരെണ്ണത്തിനകത്തൊക്കെ 2 വേറെയാണ്. ഇത് പിന്നെ സീബാസ് യൂഷ്വലി ഞാനിവിടെ നിർവ്വാണയാണ് വെക്കാറ്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ പറ്റുന്ന അത്രയും അരപ്പൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരച്ച് പുരട്ടിയില്ല. അത് പിന്നെ അന്നേരം എടുക്കുമ്പോൾ അങ്ങ് അരച്ച് പുരട്ടി വെച്ചാൽ മതി. അപ്പം നമുക്ക് ഇതെല്ലാം ഫ്രിഡ്ജിലോട്ട് എടുക്കാം. ഫ്രിഡ്ജിൽ ഓൾറെഡി കുറച്ച് സാധനമുണ്ട്, കുറച്ച് തേങ്ങയും നഗറ്റ്സും ഒക്കെ.